ഭിന്നത രൂക്ഷമായ പാലാ നഗരസഭയിൽ UDF നേതാക്കൾ നടത്തിയ അനുനയ ചർച്ചകൾ പരാജയപ്പെട്ടു. സ്വതന്ത്ര മുന്നണിയുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന കോൺഗ്രസിന്റെ കൗൺസിലേഴ്സ് നിലപാടെടുത്തു. UDF നേതൃത്വം ആവശ്യപ്പെട്ട രാജിവെക്കുമെന്ന് സ്വതന്ത്ര കൗൺസിലർ ബിനു പുളിക്കകണ്ടം 24-നോട്. ഞങ്ങൾ 5 പേരും 5 കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും പിന്നെ സ്വതന്ത്ര കൗൺസിലറായിട്ടുള്ള മായ രാഹുലും ചേർന്ന് 6 പേരും ഈ സ്വതന്ത്ര മുന്നണിയുമായി ഇനി യോജിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുമായിട്ട് വന്നാലും ശരി, അവരെ ഇനി യോജിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ കൂടെ കൂടുന്നതിനേക്കാൾ നല്ലത് ഭരണമില്ലാതിരിക്കുന്നതാണ്. ഈ പാലാ മുനിസിപ്പാലിറ്റിയിൽ ഇവരുമായിട്ട് യോജിച്ച് നിന്നുകൊണ്ട് ഭരണം നടത്തുന്നത് എന്ത് ആത്മഹത്യാപരമാണ്. അല്ല, അവർ സഹകരിച്ചു പോകാൻ സാധിക്കില്ല എന്ന് അവർ പറയേണ്ടത് അവരുടെ നേതൃത്വത്തോടാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നലെ അവർ 6 പേര് ഒപ്പിട്ടെന്ന് പറയുന്നത് UDFിന്റെ നേതൃത്വവും കോൺഗ്രസിന്റെ നേതൃത്വവും നിഷേധിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയുന്നു, ഈ എഗ്രിമെന്റ് ഉണ്ടാക്കിയ നേതൃത്വം, അത് ഫ്രാൻസിസ് ജോർജ് MP ആയിക്കോട്ടെ, മാണി കാപ്പൻ MLA ആയിക്കോട്ടെ, തിരുവനന്തപുരം രാധാകൃഷ്ണൻ സാർ ആയിക്കോട്ടെ, കോൺഗ്രസിന്റെയോ ജോസഫ് ഗ്രൂപ്പിന്റെയോ UDFിന്റെ ഔദ്യോഗികമായ ഒരു നേതൃത്വം രേഖാമൂലം പോലും തരണ്ട, ഞങ്ങളെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ തന്നെ രാജിവെക്കാൻ തയ്യാറാണ്. ഒരു കാരണവശാലും കടിച്ചു തൂങ്ങി ആരുടെയെങ്കിലും ഔദാര്യത്തിലൊന്നുമല്ല ഞങ്ങൾ ആകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് മാറി നിൽക്കാമല്ലോ. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ശരിക്കും ഒരു കോളേജ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ഈ പാലാ മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ട് വന്നപ്പോൾ നമ്മുടെ തമ്മിലൊക്കെ പങ്കെടുത്തിരുന്നു. അത് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു അത്ഭുതങ്ങളൊക്കെ ഉണ്ടാക്കണം, നല്ല ഗംഭീരമായിട്ട് ഭരിക്കണം. അതിപ്പോൾ ഇങ്ങനെയായോ? ഞാൻ ഒരിക്കൽ കൂടി ആ കുട്ടിയോട് പറയുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മറന്ന് പാലാ മുനിസിപ്പാലിറ്റി താങ്കൾ ഭരിക്കൂ. പറയൂ ടോബി. SKN തീർച്ചയായിട്ടും എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഒരു 5 മാസം കഴിയുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. കോൺഗ്രസിൽ UDFിനുള്ളിൽ തന്നെ വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെയാണ് നിർണായകമായിട്ടുള്ള ചർച്ച നടന്നത്. ആ ചർച്ചയിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ UDF നേതൃത്വത്തിന് സാധിച്ചില്ല. അതിനുള്ള കാരണം 2 കൂട്ടരും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കോൺഗ്രസ് നേതൃത്വം എന്തായാലും കോൺഗ്രസ് കൗൺസിലർമാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പുളിക്കകണ്ടത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് അവർക്കുള്ളത്. പക്ഷേ ബിനു പുളിക്കകണ്ടത്തിന്റെ അല്ലെങ്കിൽ സ്വതന്ത്ര കൂട്ടായ്മയുടെ നിലപാട് നമ്മൾ കേട്ടു. നമുക്ക് ഒന്നും കൂടി അത് ചോദിക്കാം. കോൺഗ്രസ് നേതൃത്വം അല്ല UDF നേതൃത്വം പറഞ്ഞാൽ മാത്രമേ ഇനിയൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തത്തുള്ളൂ. അല്ല, ഞങ്ങൾ സ്വമേധയാ ഇപ്പം രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ UDFിന്റെ നേതൃത്വം ഇന്നലെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചർച്ചകളായിട്ടും ഫോണിലായിട്ടും എല്ലാം ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ കൗൺസിലർമാർ തമ്മിലാണല്ലോ. അത് കൗൺസിലർമാരല്ല ഈ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കാം, അല്ലാതെ നിങ്ങളൊരു നിലപാടെടുക്കരുതെന്ന് അവർ കർശനമായി നമ്മളോട് നിർദ്ദേശം അവരാവശ്യപ്പെട്ടാൽ ആ നിമിഷം രാജി. ഒരു അവിശ്വാസ പ്രമേയത്തിലേക്ക് പോകണ്ട, മറ്റു കാര്യങ്ങളിലേക്കൊന്നും അവരാവശ്യപ്പെട്ടാൽ മതി. വൈസ് ചെയർമാൻ സ്ഥാനം ഇപ്പോൾ കഴിയുകയാണല്ലോ. അപ്പോൾ ധാരണ പ്രകാരം 26-ാം തീയതി വൈസ് ചെയർമാൻ സ്ഥാനത്തിലേക്ക് സ്വതന്ത്ര കൂട്ടായ്മയുടെ ഒരു പ്രതിനിധി വരണം. അതാണോ നിലവിലെ ഒരു പ്രശ്നങ്ങൾക്ക് കാരണം? അതാണ് ഇതിന്റെ കാരണം. അതിന്റെ കാര്യം ഞങ്ങൾ 6 മാസങ്ങൾക്ക് മുമ്പുള്ള എഗ്രിമെന്റിൽ ആദ്യത്തെ 3 വർഷമായിരുന്നു നമുക്ക് പറഞ്ഞിരുന്നത്. അതൊരു കൗൺസിലറുടെ കടമെടുത്തം കാരണം അത് ആദ്യത്തെ 6 മാസം അവർക്ക് എടുത്തു. അവരിന്ന് പത്രങ്ങളിലൂടെ എഴുതിയിരിക്കുന്നത് കണ്ടു. ഞങ്ങൾക്കാണെങ്കിൽ അവർ രാജിവെക്കത്തില്ല, കോൺഗ്രസിന്റെ കൗൺസിലർക്കാണെങ്കിൽ രാജിവെക്കാമെന്ന് അവർ പറഞ്ഞതായിട്ട് ഇപ്പോൾ ഒരു ന്യൂസ് ഞങ്ങൾ കണ്ടു. അതെന്തുവാട്ടെ, UDF നേതൃത്വം തീരുമാനിച്ചോട്ടെ. അത്തരം കാര്യങ്ങളിലേക്ക് പറയാൻ ഞങ്ങൾ 3 പേര് തയ്യാറല്ല. ഞങ്ങൾക്ക് അത് കിട്ടിയേ തീരുവുള്ളെന്ന് വാശിയില്ല. അതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. വ്യക്തിപരമായിട്ടുള്ള ഈഗോ പ്രശ്നങ്ങളാണ് നിലവിൽ. എനിക്ക് ഉറപ്പുണ്ട്, പാലാ നഗരസഭയുടെ കഴിഞ്ഞ 6 മാസത്തെ ഭരണം ഒരു പരാജയമായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലായിരുന്നു. നഗരസഭയുടെ ഭരണത്തിൽ ആർക്കെങ്കിലും പൊതുസമൂഹത്തിനൊരു എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നഗരസഭ ഇതിനെ അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നില്ല എന്ന് പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകും. SK നമ്മളോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, വാർത്ത തുടങ്ങിയപ്പോൾ ഒരു പ്രായം കുറഞ്ഞ ഒരു ചെയർപേഴ്സൺ വരുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് പാലാ നഗരസഭയെ നോക്കിക്കണ്ടത്. അതിനൊക്കെ ഒരു തിരിച്ചടിയായെന്ന് തോന്നുന്നുണ്ട് നിലവിൽ ഈ വിവാദങ്ങൾ? അല്ല, ഈ വിവാദങ്ങൾ നഗരസഭയുടെ ഭരണത്തെ നാളിതുവരെ ബാധിച്ചിട്ടില്ല. കാര്യം കഴിഞ്ഞ 6 മാസത്തെ പ്രോഗ്രസ് കാർഡ് എടുത്ത് നോക്കിയാൽ വലിയ രീതിയിലുള്ള നല്ല പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് 62 കോടി 34 ലക്ഷം രൂപ നഗരസഭയ്ക്ക് ബാധ്യതയുണ്ട്.
ആ ബാധ്യതയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിരവധിയായ കാര്യങ്ങൾ ചെയ്യുവാനും തുടക്കമിടുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പദ്ധതി നിർവഹണത്തിന്റെ എല്ലാ രീതിയും പൂർത്തിയായി അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. കേരളത്തിലെ 67ാം സ്ഥാനത്തായിരുന്ന നഗരസഭ 7ാം സ്ഥാനത്തേക്ക് വന്നു. ജില്ലയിൽ 9ാം സ്ഥാനത്തിരുന്ന നഗരസഭ 1ാം സ്ഥാനത്തേക്ക് വന്നു. നമ്മൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു. തീരുമാനിക്കേണ്ടത് എന്തായാലും UDF നേതൃത്വമാണ്. UDF നേതൃത്വം തീരുമാനിക്കുക. അവർ നമ്മളോട് വിവരം പറയട്ടെ. പറയുമ്പോൾ ഞങ്ങൾ തീരുമാനമെടുക്കും. അതാണ് മുൻപ് ഇല്ലാത്ത തരത്തിൽ ഉള്ള ഒരു അനിശ്ചിതത്വമാണ് പാലാ നഗരസഭയുടെ ഭരണത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും UDF-ലെ കോൺഗ്രസ് കൗൺസിലർമാർ 5 പേരാണ്, 6 പേരാണുള്ളത്. അതിൽ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടുള്ള ആള് ഈ ഒരു കത്തിലൊക്കെ ഇന്നലെ ഒപ്പിട്ടിട്ടില്ല, അവരുടെ കൂടെയില്ല. പക്ഷേ വൈസ് ചെയർമാനായിട്ടുള്ള മായ രാഹുൽ ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ 6 പേരാണ് ആ കത്ത് നൽകി അതൃപ്തി അറിയിച്ചത്. എന്തായാലും ഈ കൗൺസിലർമാരുടെ നിലപാടല്ല ഇവർ നോക്കുന്നത്. നേതൃത്വം UDF നേതൃത്വവുമായിട്ടാണ് ധാരണയുണ്ടാക്കിയത്. അവരെന്ത് പറയുന്നു അതിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്നാണ് പുളിക്കക്കണ്ടത്തെ സ്വതന്ത്ര കൗൺസിലർമാർ പറഞ്ഞിട്ടുള്ളത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.